അപ്പോൾ മോനിഷ ഒരു പെൺകുട്ടി ഉണ്ടാവണമെന്ന് ഞാൻ കഠിനമായി പ്രാർത്ഥിച്ചത്. എൻ്റെ അമ്മ അന്ന് എന്നോട് പറഞ്ഞു, അമ്മ അയക്കോ ചോദിച്ച് നടക്കും കുട്ടിക്കാലത്ത്. അപ്പം അന്ന് അമ്മ എന്നൊരു വാക്ക് പറഞ്ഞു, അതെ നിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടെ നിനക്കൊരു പെൺകുട്ടി ഉണ്ടായിട്ട് ആ കുട്ടീനെ നീ സിനിമയിലേക്ക് പറഞ്ഞേക്കോ എന്ന് ഞാനൊന്ന് കാണട്ടെ, അന്ന് നീ പറയും ഞാൻ എന്താ നിന്നെ അയക്കാഞ്ഞത്. Some conversations are not meant to be loud. They are meant to be felt. Today I sit with a woman who carries grace in her art as well as in her heart and strength in her silence. ഞാനും മനുഷ്യൻ ഉണ്ടായതിന് ശേഷം അപ്പം ഭയങ്കര ആഗ്രഹമായിരുന്നു സിനിമയിൽ മോൾ അഭിനയിച്ച് കാണാം. ഒരു ബാലതാരം. എൻ്റെ മകൾ മോനിഷയുടെ ജീവചരിത്രം തന്നെ പറയാം. അതെൻ്റെ ഒരു വലിയൊരു ദൗത്യമായിരുന്നു ജീവിതത്തിൽ. ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി എന്തോ വേണ്ട കാര്യം ചെയ്തു തീർത്തു എന്നുള്ള ആ ഒരു റിലാക്സ്ഡ് അല്ല, റിലീവ്ഡാണ് ഞാൻ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ പറഞ്ഞ മാതിരി ഇനി ഞാൻ എന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. A dancer, an actor, a mother, a survivor. Her journey is not just about success. It is about rising even after life takes away something irreplaceable. ഗാന്ധാരി വിലാപം എന്ന ഒരു ഡ്രാമ അവതരിപ്പിച്ചു കുറച്ച് കാലം മുമ്പ്. മോഹിനിയാട്ടം സ്റ്റേജിൻ്റെ മുകളിൽ ഒരമ്മ 100 മക്കളുടെ ശവശരീരങ്ങൾ കണ്ടിട്ട് കരയണതാണ്. ഒരു കുട്ടി പോയാലും അമ്മയുടെ ദുഃഖം ഒന്ന് തന്നെ. അപ്പോൾ ഇത് മുഴുവൻ ഞാൻ കരഞ്ഞു തീർത്തു. ഈ ഗാന്ധാരിയുടെ വിലാപം കരഞ്ഞ് ഞാൻ അന്നാണ് രണ്ടാമത്തെ ഫേസ് എൻ്റെ മകളുടെ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഫേസ് അവിടെ നിന്നാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഒരു ആർട്ടിസ്റ്റിനോട് ഒരിക്കലും പറയില്ല സ്റ്റോപ്പ് യു ക്രൈയിങ്. This is not just a podcast. This is a story of love and legacy. This is Shine with Nalan. Come, be my guest.